ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ കണ്ണടച്ച് വളരെ ബ്ലൈൻഡായിട്ടൊരു വ്യക്തിയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? ആ വ്യക്തി എപ്പോഴും കൂടെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കൺമുന്നിൽ നിന്ന് മാറരുത്, നിങ്ങളുടെ കൂടെ തന്നെ വേണം, അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ആ ആൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുക, ഒരു അഡിക്ഷൻ ആ വ്യക്തിയിൽ ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഒരു അഡിക്ഷൻ, നമുക്കൊരു മെറ്റീരിയലിനോട്, എന്തെങ്കിലും ഒരു മെറ്റീരിയലിനോട് ഒരു അഡിക്ഷൻ തോന്നുന്നതിൽ തെറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഒരു വ്യക്തിയോട് ഉള്ള ഒരു അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണെന്ന് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിലും, അതിന് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വേറെന്തെങ്കിലും പ്രണയബന്ധങ്ങളായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും, ഒരു മാരിറ്റൽ ലൈഫിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയോ മെൻ്റൽ ഹെൽത്തിനെയോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ആ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ അഡിക്റ്റ് ആയിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത്, അങ്ങനെ മാത്രമാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. എത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ്, ആ വ്യക്തിയെ ഇഷ്ടമായിട്ടാണ് നിങ്ങൾ ഒരു ഫുൾ ഡേ പോകുന്നത്, അല്ലെങ്കിൽ ജീവിതം മൊത്തം പോകുന്നത് ആ വ്യക്തിയിലൂടെ മാത്രം റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഒരു ടോർച്ചറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക് മാത്രം ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മൾ മാത്രം അത്രയും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയും ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്യുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പോലും ശ്രദ്ധിക്കാണ്ട് മറ്റൊരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളൊരാൾ സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹം എത്തരത്തിലുള്ള സ്നേഹമാണ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണോ, നിങ്ങളുടെ കാര്യത്തിനേക്കാൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്നെല്ലാം വിലയിരുത്തിയിട്ട് വേണം ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വേണം ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കാനായി. പിന്നെ ഏതൊരു വ്യക്തിയെയും നിങ്ങൾ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ കൂടെ വേണം, നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറാൻ പാടില്ല, നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ വേണം ആ വ്യക്തി സംസാരിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനും ഒക്കെ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, സ്നേഹിക്കുകയാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഒരു അധികാരമല്ല ആ വ്യക്തിയുടെ അടുത്ത് കാണിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഒരിക്കലും ടോർച്ചർ ചെയ്യാത്ത രീതിയിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ഫ്രീഡം ആ വ്യക്തിയെ കൊടുക്കുക, ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സ്പേസ് ആ വ്യക്തിയെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു പ്യുവറായിട്ട് സ്നേഹിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ചില വ്യക്തികളുണ്ട്, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും പ്രണയത്തിലാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ്. മേ ബി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക, ആ ഒരു വ്യക്തി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ നമ്മളൊന്ന് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ആ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറ്റാൻ പറയുക, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരടുത്ത് മാത്രം നീ കൂട്ടുകൂടാൻ പാടുള്ളൂ പറയുക, ഇന്ന ക്യാരക്ടറൊക്കെ നീ ഒഴിവാക്കണം, എനിക്ക് വേണ്ടി ഒഴിവാക്കണം എന്ന് പറയുക, സാക്രിഫൈസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എല്ലാ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, സ്പേസ് ഉണ്ട്, അല്ലേ? ഒരു സ്വാതന്ത്ര്യമില്ലേ? എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം. അല്ലാണ്ട് ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് അധികാരം കാണിക്കാൻ നമുക്ക് ആർക്കും പെർമിഷൻ ഇല്ല, അധികാരം കാണിക്കരുത്. പിന്നെ ഒരു പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ വ്യക്തിയായിട്ട് വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി, ആ വ്യക്തിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി എന്ന് വിചാരിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സ്നേഹമൊന്നും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന പോലെ അല്ല അവൾ എൻ്റെ അടുത്ത് തിരിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ സെൽഫ് ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടി എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തു, എൻ്റെ കരിയർ ഞാൻ നോക്കിയില്ല, എൻ്റെ കുറേ റിലേഷൻഷിപ്പിനെ ഞാൻ ഒഴിവാക്കി വിട്ടു, എല്ലാമേ ആ വ്യക്തിക്കാരന് വേണ്ടി നമ്മൾ കുറേ ബ്ലെയിം ചെയ്യും. അതും പോരാ,
പറയാണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് വരെ കാര്യങ്ങൾ പറയും. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കുട്ടികളെ മാത്രം നോക്കിയിട്ട് ഞാൻ വീട്ടിലിരിക്കാൻ കാരണം നീയല്ലേ, നിനക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ജോലി ഞാൻ കളഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനായിട്ട് പോലും ഞാൻ കൂട്ടുകൂടാൻ പോവാണ്ട് ഫുൾ ടൈം ഞാൻ നിൻ്റെ കൂടെയല്ലേ ഇരുന്നത്, എന്നിട്ട് പോലും നീ എൻ്റെ അടുത്ത് നിന്ന് തിരിച്ചിത്രയും ഞാൻ കാണിച്ച സ്നേഹം പോലും നീ തിരിച്ച് കാണിക്കുന്നില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ വളരെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കാണ്ടിരിക്കുക. നമ്മൾ ചിലരുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലോ വേറെ ആരും വേണ്ട, പൂർണ്ണമായിട്ടും എല്ലാവരും അവോയ്ഡ് ചെയ്യും. എപ്പോഴും ഈ പാർട്ട്ണറെ കൂടെ തന്നെ ഇരിക്കുന്നവരുണ്ടാകും. എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ആ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ ബാക്കി ഫ്രണ്ട്സിനെ കാണില്ല, ഫാമിലിനെ കാണില്ല, ബാക്കി ആരും വേണ്ട എന്നുള്ളൊരു സെറ്റപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കരിയർ ഒന്നും വേണ്ട, ഈ വ്യക്തി മാത്രം മതി എന്നുള്ള ഒരു സെറ്റപ്പ് ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ല എന്ന് കഴിഞ്ഞാൽ ഒഴിവാകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമ്മൾ പിന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോവും, നമുക്ക് വേറെ ആരും ഇല്ലാത്ത ആയിപ്പോവും. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ അഡിക്റ്റഡ് ആവാനോ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആവുന്നതുകൊണ്ട് പ്രശ്നമില്ല, വളരെ ഭ്രാന്തമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി അങ്ങനത്തെ വല്ല വിഷയങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള സ്നേഹമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എപ്പോഴും ഒരാളെ അമിതമായിട്ട് സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ. ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സെൽഫ് കെയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്കൊരു ഹെൽത്ത് ഉണ്ട്, നമുക്കൊരു കരിയർ ഉണ്ട്, നമുക്കും കുറേ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണോ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതെങ്കിൽ അതിൽ വലിയ തെറ്റില്ല. കാരണം നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല അത്. പക്ഷേ നിങ്ങളെപ്പോലും സ്നേഹിക്കാത്ത വിധം, നിങ്ങളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത വിധമാണ് ബാക്കിയുള്ളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറികടക്കണം. ആദ്യം നിങ്ങൾ എപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളെ തന്നെ ആദ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആവരുത്. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഫോക്കസ്ഡ് ആയേ പറ്റുള്ളൂ. നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ കസിൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഹാങ് ഔട്ട് ചെയ്യുന്ന സമയം, അതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വില മതിക്കാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ അത്രയും വിലപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. ഒരു വ്യക്തിയിൽ മാത്രമായി ഫോക്കസ് ചെയ്ത് ഒതുങ്ങി പോവരുത്. അതല്ല നമ്മുടെ ലൈഫ്, എല്ലാവരും വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത് ആയിക്കോട്ടെ, ഒരു പ്രണയബന്ധം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഫ്രീഡം, അല്ലേ? സ്വാതന്ത്ര്യം. നമുക്കായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കായാലും അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതൊരു റിലേഷൻഷിപ്പിലും ഫ്രീഡം കീപ്പ് ചെയ്താൽ മാത്രമാണ് ലൈഫ് ലോങ് ആ ഒരു ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് അത് ടോർച്ചറിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഏതൊരു വ്യക്തിയെയും നമ്മൾ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ട് ആ വ്യക്തിയെ അടിച്ചമർത്തുക. ഞാൻ പറയുന്നത് പോലെ നീ നോക്കാൻ പാടുള്ളൂ, കഴിക്കാൻ പാടുള്ളൂ, ഇരിക്കാൻ പാടുള്ളൂ, നിൽക്കാൻ പാടുള്ളൂ, ഒരാളുമായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്ന ജോലിക്ക് നീ പോകാൻ പാടുള്ളൂ, എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം, വേറൊരാളായിട്ട് സംസാരിച്ച പ്രശ്നം, എല്ലാം പ്രശ്നമായി തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകാൻ പറ്റണം, നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം, നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ഫാമിലിയും ബാക്കി ഫ്രണ്ട്സിനെയും എല്ലാം നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം.
കരിയറിൽ ഏറ്റവും നല്ലൊരു ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇതിനൊക്കെ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ അമിതമായിട്ട് ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹിച്ചാൽ മതി. അവർക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നതിലും അർത്ഥമില്ല, സ്നേഹിക്കപ്പെടുന്നതിലും അർത്ഥമില്ല. അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്.